ഫ്രണ്ട്സ്, നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ. ഗ്ലോബൽ ബൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ UK-യിലുള്ളവരാണ്, സിവിൽ പാർട്ട്ണറിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ കപ്പിളാണ് എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഒരുപാട് ഇവിടെ കപ്പിളായിട്ട് വന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതായത് മാരേജ് അലവൻസ് എങ്ങനെ ക്ലെയിം ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അത് പബ്ലിക് ഫണ്ടല്ലേ എന്നുള്ളത്. നമുക്കൊന്ന് ഈ വീഡിയോ കൂടെ നമുക്ക് കാണാം. അതായത് മാരേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് ബെനിഫിറ്റ് ആണ്, അത് പബ്ലിക് ഫണ്ടല്ല. ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, അത് പബ്ലിക് ഫണ്ടല്ലേ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിസയെ ബാധിക്കൂല എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഇതൊരു ടാക്സ് ബെനിഫിറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ, നിങ്ങളുടെ കൂടെയുള്ള ഒരു പാർട്ട്ണർ ഒരു വർഷം ഏൺ ചെയ്യുന്നത് 12,570 പൗണ്ടിന് താഴെയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ക്ലെയിം ചെയ്യാൻ പറ്റും. മാരേജ് അലവൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് 252 പൗണ്ട് വരെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്, നമ്മൾ ഇന്ന് വരെ അത് നോക്കിയിട്ട് പോലും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇത് നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം? ഇനി എല്ലാവർക്കും അതായിരിക്കും ഡൗട്ട് അല്ലേ? നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം? അതായത് ഗവൺമെൻറ്, UK-യുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയി നമുക്ക് go.uk എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് മാരേജ് അലവൻസ് ഗേറ്റ് വേ, നമ്മൾ യൂസർ ID ലോഗിൻ ചെയ്യുക, NI നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക, എന്നിട്ട് ID വെരിഫിക്കേഷൻ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ HMRC ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പൊതുവെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഇത് ജോബ് ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ജോബ് ഇല്ലാത്തവർ കിട്ടൂലേ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനൊന്നുമില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ റിട്ടയർഡ് ആണ് എങ്കിൽ പോലും നമുക്ക് ഈ ഒരു അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ പാർട്ട് ടൈം ആണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ ഞാൻ പറയുകയാണ്, ഇത് പബ്ലിക് ഫണ്ടല്ല, ഇത് ടാക്സ് റിലീഫാണ്. നമുക്ക് കിട്ടേണ്ട ടാക്സ്, മാരേജ് അലവൻസിൻ്റെ ടാക്സ് റിലീഫാണ് ഇത് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള. അതുപോലെ ഇത് പബ്ലിക് ഫണ്ടേ അല്ല. അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റുക. അതുപോലുള്ളൊരു കാര്യമാണ് വിസ, അല്ലെങ്കിൽ നിങ്ങളെ ഭാവിയിലെ വിസ അതിനൊക്കെ ബാധിക്കുമെന്നുള്ളത്. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അങ്ങനെയൊന്നും PSW എടുക്കാൻ പോകുന്നവർക്കോ അങ്ങനെയൊന്നും ഇതൊരു ബാധകമല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോൾ കമ്പനി മാറുന്ന ടൈമിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്ന ടൈമിൽ, അല്ലെങ്കിൽ സാലറി ത്രെഷോൾഡ് ചേഞ്ച് ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ HMRC ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ഈ ടാക്സ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇതൊരു ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഒത്തിരി പേർക്ക്, ഇവിടെയുള്ള ഒത്തിരി പേർക്ക് ഇത് അറിയാത്തതായിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ അവരിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക.